റീസെന്റ് ഡാറ്റ പ്രകാരം ഡിജിറ്റൽ മാർക്കറ്റിംഗിലെ തൊഴിലവസരങ്ങൾ ഇന്ത്യയിൽ മാത്രം 1,80,000 ഗ്ലോബലി 8,60,000 ഉണ്ടെന്നാണ് സർവേകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇതിന്റെ ക്രെഡിബിലിറ്റി നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഇന്ത്യയിലും വിദേശത്തും ഒരേപോലെ അവസരങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിലുണ്ട്. അത് ഇനിയും കൂടും. പക്ഷെ അതിന്റെ പേരിൽ ഉടനെ പോയി കോഴ്സിൽ ജോയിൻ ചെയ്യണോ? വേണ്ട. കാരണം സാധ്യതകൾക്കപ്പുറം നിങ്ങൾക്ക് ആ ഫീൽഡിനോട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുള്ളതാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നല്ല, ഏതൊരു കോഴ്സ് ആണെങ്കിലും നിങ്ങളുടെ ഇൻട്രസ്റ്റ് ആണ് ഇതിന്റെ ഒരു കോഴ്സ്. നമ്മുടെ നാട്ടിൽ ട്രെയിനിങ്ങിന്റെ ഒരു പ്രശ്നം, നിങ്ങൾ 1 മാസം കൊണ്ട് പഠിക്കുക, 2 മാസം കൊണ്ട് പഠിക്കുക എന്നൊക്കെ പറയുന്നത് ഒന്നെങ്കിൽ ഡ്യൂറേഷൻ കൂട്ടി പഠിപ്പിക്കും, അങ്ങനെ പഠിക്കുമ്പോൾ ഓവർലോഡഡ് ആവും ഇൻഫർമേഷൻ. ചില സ്ഥലത്ത് ഇൻഫർമേഷൻ ഇല്ല. അപ്പൊ ഈ 2 പ്രശ്നങ്ങളും മെയിനായിട്ടുള്ളതാണ്. അപ്പൊ ഈ ഇത്രയൊക്കെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് പരിഹരിക്കാൻ സാധിക്കുമോ? ശരിക്കും പറഞ്ഞാൽ ഇല്ല. പക്ഷേ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി കൂടിയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഒരു പരിധി വരെ ഇങ്ങനെയുള്ള ഇഷ്യൂസ് പരിഹരിക്കാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെയെന്നൊരു ചോദ്യം വരും. ഇപ്പൊ എനിക്കൊരു ഏജൻസി ഉണ്ട്, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. എനിക്ക് കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റും, നമ്മുടെ ഇവിടുത്തെ ഏജൻസിയിലാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ചലഞ്ച് ഫേസ് ചെയ്യുന്നത്. കാരണം ഗ്ലോബലി ക്ലയൻസ് ഉണ്ട് നമുക്ക്. അപ്പോൾ പലതരത്തിലുള്ള കൾച്ചറിലുള്ള ക്ലയൻസ് ആയിരിക്കും, പലതരത്തിലുള്ള സർവീസുകളായിരിക്കും. അപ്പോൾ അത് മാനേജ് ചെയ്യുക, അതുവഴി നമ്മൾ ലോകത്ത് മൊത്തം നടക്കുന്ന ട്രെൻഡുകൾ അറിഞ്ഞേ പറ്റൂ, വേറെ നിവൃത്തിയില്ല. അപ്പോൾ ഒരു ഏജൻസി എക്സ്പീരിയൻസ് ഉള്ള ട്രെയിനേഴ്സ് ആണ് വരുന്നത്. ആ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് തിയറിക്ക് ഉപരിയായിട്ട് പ്രാക്ടിക്കാലിറ്റി കൊടുക്കാൻ പറ്റും. അതിനുശേഷം അത് ഇന്റേൺഷിപ്പിലേക്ക് മാറ്റാൻ സാധിക്കും. ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് അവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരെ കൊണ്ട് PPT പ്രസന്റ് ചെയ്യിക്കുക, ഇന്റർവ്യൂ ട്രെയിനിങ്സ് നടത്തുക, വൈവ നടത്തുക, റെസ്യൂം പ്രിപ്പയർ ചെയ്യിക്കുക. അങ്ങനെ പഠിച്ച കാര്യങ്ങൾ അവരുടെ മനസ്സിൽ തന്നെ ഉണ്ടോയെന്ന് അറിയിക്കാൻ നമുക്ക് ഒരുപാട് വഴികളുണ്ട്. ആ വഴികളിലൂടെ എല്ലാം സഞ്ചരിക്കാൻ ഒരു ഏജൻസി ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ സാധിക്കും എന്നുള്ളത് സത്യം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു കോഴ്സ് മാത്രം കൊടുക്കുക, അതൊരു സ്കില്ലാണ്. ആ സ്കില്ല് നമുക്ക് എത്രയെങ്കിലും നോളജിന് ഉപരിയായിട്ട് അത് പ്രാക്ടീസ് ചെയ്ത് പരിചയം വേണം. അപ്പോൾ ഒരു സ്കില്ല് എങ്ങനെ പ്രസന്റ് ചെയ്യണമെന്നും എങ്ങനെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നും അവർക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോയെന്നും നമ്മൾ എൻഷുർ ചെയ്തിട്ടായിരിക്കും ഓരോ സ്റ്റുഡന്റിനും ഇവിടെ പുറത്തേക്ക് വിടുക. അതിന് നമുക്ക് സെപ്പറേറ്റ് പ്രോഗ്രസ് കാർഡ് തന്നെയുണ്ട്. ഇനി ഇത്രയൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ വന്ന് പഠിക്കണമെന്നാണ് ഞാൻ പറയുന്നത്? ഒരിക്കലും അല്ല. അപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞ കാര്യം റെലവന്റ് ആണ്. നിങ്ങൾക്ക് ഇതിനോടൊരു താല്പര്യം ഉണ്ടെന്നുള്ളതാണ്. ചിലപ്പോൾ ഈ ജോബ് ഓപ്ഷൻസ് കണ്ടിട്ടോ അല്ലെങ്കിൽ ഫെസിലിറ്റീസ് കണ്ടിട്ടോ വൈബ് കണ്ടിട്ടോ ഒരിക്കലും നിങ്ങൾ ചേരരുത്. റിയൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ജെന്യുവൻ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ യൂട്യൂബിൽ പോവുക. എൻ്റെ തന്നെ ഞാൻ പറഞ്ഞില്ല 100ഓളം വീഡിയോസ് ഉണ്ട്, മറ്റു വീഡിയോകൾ നിങ്ങൾക്ക് കാണാം. ഇത് കണ്ട് നിങ്ങൾക്ക് ഒരു സ്പാർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അവിടുന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസും വെച്ചിട്ട് വേണം നമ്മളുടെ അടുത്ത് വരാനും ചോദിക്കാനും. അപ്പോൾ ക്വാളിറ്റിയുള്ള ചോദ്യങ്ങൾ വന്നാൽ ക്വാളിറ്റിയുള്ള ട്രെയിനേഴ്സ് വരും, ക്വാളിറ്റിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വരും, ക്വാളിറ്റിയുള്ള ഏജൻസികൾ വരും. അതുകളും കിട്ടി നിങ്ങളുടെ സംശയം മുഴുവൻ ദൂരീകരിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ കോഴ്സിന് ചേരുക.